എല്ലാവർക്കും നമസ്കാരം. സൺഡേ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയുമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുക്ക് ചെയ്യുന്നൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. ഫുഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പുട്ടും മുട്ടക്കറിയും ആകുമ്പോൾ വേഗം കഴിയുമല്ലോ പരിപാടിയൊക്കെ നമ്മുടെ. അതാണ് പുട്ട് തന്നെ തയ്യാറാക്കിയത് ഇന്ന്. അപ്പോൾ ഒരു കഷ്ണം ചൂട് പുട്ടും പിന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി മുട്ടക്കറിയും ഇത് കഴിച്ചിട്ടാണ് നമ്മുടെ അത്യാവശ്യം വർക്കൊക്കെ ഞാൻ തുടങ്ങണം കേട്ടോ. രാവിലെ തന്നെ വാഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ക്ലീനിങ് പിള്ളേരുടെ മുറിയിൽ നിന്ന് അടിച്ചെടുത്ത ചവറുകളാണ് ഈ കാണുന്ന കടലാസുകളും ഇതൊക്കെ. അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം തുടയ്ക്കാൻ കയറിയിട്ടാ. സഹായിക്കാനായിട്ട് ചേട്ടനാണ് ഇന്ന് വന്നേക്കണത്. അപ്പോൾ ചേട്ടനൊരു ഫോൺ വന്നപ്പോഴത്തേക്കും ആദ്യക്കൂടം വേഗം മോപ്പൊക്കെ എടുത്ത് അവൻ തുടയ്ക്കാനായിട്ടാ. അപ്പോൾ അവൻ കാണാതെ നിന്ന് ഞാൻ വീഡിയോ എടുത്തതാണേ. നിങ്ങൾ വിചാരിക്കും ഇത് ഇവനാണ് ചെയ്യണത്, ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നല്ല കേട്ടോ. കൊച്ചിൻ്റെ ഇഷ്ടത്തോടെ അവൻ ചെയ്ത് നോക്കണതാണ്. ആദ്യമായിട്ടാണ് ഇവനങ്ങനെ ചെയ്യണേ കേട്ടോ. അപ്പോൾ ചെയ്യണണ്ടപ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. അവൻ എന്താ കാണിക്കണേന്ന് നോക്കി നിന്നാ കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ട് അവൻ ചെയ്യണുണ്ട്. അപ്പോൾ അവൻ കാണാതെ ഞാൻ വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യക്കുട്ടൻ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുക കേട്ടോ. നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴേ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ ജോലിയുടെ ആ വർക്ക് ലോഡ് നമ്മളറിയില്ല. നമ്മൾ പാട്ടിലൊക്കെ ലയിച്ച് നിന്നങ്ങനെ ജോലിയൊക്കെ ചെയ്യും. അപ്പം ഞാൻ വീട്ടിൽ ഹെവി വർക്കൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെ പാട്ട് ഓൺ ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ വർക്കുകളൊക്കെ ചെയ്യണത്. അല്പം നമുക്കൊരു മടുപ്പുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ട ശേഷം ഞാൻ അടുക്കളയിലോട്ട് പോയിട്ട് നമുക്കിന്ന് കറി വെക്കാനായിട്ട് ചിക്കനാണ് കിട്ടിയേക്കണത്. അപ്പോൾ ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് കറി വെക്കണത്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും വീഡിയോ കാണിക്കണ കാരണം ഞാനതും വീഡിയോ എടുത്തിട്ടില്ല. കറിയൊക്കെ റെഡി ആയപ്പോൾ അതൊരു വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഒന്ന് ഫ്രൈ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണം ഇതായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് വന്നേക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ അടുക്കളത്തോട്ടത്തിലുണ്ടായ പൈനാപ്പിൾ. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ചേട്ടനോട് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു നീ തന്നെ കട്ട് ചെയ്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല ഏകദേശം ഒരു 2 കിലോളം ഉണ്ടാവും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നല്ലൊരു കുളൂസല്ലേ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ആയാലും എന്തായാലും അത് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ. ഞാനും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആദ്യക്കൂട്ടൻ അതൊക്കെ എടുത്ത് അവൻ്റെ ഒരു സന്തോഷം. അത് കഴിഞ്ഞ് പിള്ളേർക്ക് ബദാം ഇട്ടൊരു ഷേക്ക് ഉണ്ടാക്കി കേട്ടോ. ഷേക്ക് ഉണ്ടാക്കണത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അധികമൊന്നുമില്ല. പാല്, പഴം, ബിസ്ക്കറ്റ്, പിന്നെ നമ്മുടെ ബദാം, ബൂസ്റ്റ് ഇത്ര ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ കേട്ടോ. പഞ്ചസാരയും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷേക്ക് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വാഷിങ് ചെയ്ത തുണികളൊക്കെ ഞാൻ മടക്കി കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ സൈഡിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൈനാപ്പിൾ ഒന്ന് കറി വെച്ച് വെക്കാമെന്ന് കരുതിയിട്ടാ. പൈനാപ്പിൾ കൊണ്ടൊരു മോരുകറിയും പിന്നെ ഒരു അച്ചാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇത് അത്യാവശ്യം നമുക്ക് കുറേ നമ്മളിരുന്ന് കഴിച്ചു. കുറേ കറി വെച്ചു. കുറേ അച്ചാറും ഇട്ടിട്ടാ. ഒരു 2 കിലോളം ഉണ്ടായല്ലോ. അപ്പോൾ നല്ല അത്യാവശ്യത്തിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു കേട്ടോ. നമ്മളതിൻ്റെ ഇത് ഒടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്താ മധുരമായിരുന്നെന്നറിയോ. നല്ല അടിപൊളി മധുരമായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇത് പുറത്തുനിന്ന് മേടിച്ച് കഴിഞ്ഞാലും പൈനാപ്പിളിൻ്റെ മധുരമല്ലേന്ന്. അങ്ങനെയല്ല. നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ഇത്തിരി മധുരം കൂടുതലായിട്ടൊക്കെ തോന്നും. എന്താ പറയുക, ആ മുള്ള് അങ്ങനെ അധികം കളയാനും കൂടി തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം
അത്ര ഇതായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ. അപ്പോൾ പൈനാപ്പിളൊക്കെ ഞാൻ വേഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മോര് കറിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ അരപ്പിനുള്ള തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. അച്ചാറ് അതിനുള്ള പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം മോര് കറി പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുത്തിട്ടാ. ഇനി അച്ചാറും പെട്ടെന്ന് തന്നെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞായറാഴ്ച നല്ല പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു ട്ടോ എല്ലാം കൊണ്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണം ട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.